ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ ചാണക സംഖ്യയുടെ ഒരു ഉഡായിപ്പ് പരിപാടി കൂടി പൊട്ടിപ്പാളീസായി. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ഓണത്തിന്റെ ദിവസം ഒരു പൂക്കള വിവാദം. കൊല്ലം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പൂക്കളം ഇട്ടതിന് അവിടെ എത്തിയ പോലീസ് ആ പൂക്കളം മായ്ച്ചു കളയാൻ വേണ്ടി പറഞ്ഞെന്നും പറഞ്ഞ് സംഘികൾ വ്യാജമായ പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ആ പൂക്കളം മായ്ച്ചു കളയാൻ പറഞ്ഞത് അവിടുത്തെ ക്ഷേത്ര സമിതിയാണ്. ക്ഷേത്ര സമിതി എന്ന് പറഞ്ഞാൽ നല്ലവരായ ഹിന്ദുക്കള്. കാരണം അവിടെ കുറെ കാലമായിട്ട് പാർട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസുണ്ട്. അവിടെ വേറെ ആരും പൂക്കളം ഇടണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അമ്പല കമ്മിറ്റി കൃത്യമായി പൂക്കളം ഇടുന്നുമുണ്ട്. ഇതെല്ലാം അറിയുന്ന ചാണക സംഖ്യകള് അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും നമ്മളെ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കിയിട്ട് ഈ നാട് എങ്ങനെയെങ്കിലും കുട്ടിച്ചോറാക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു, ഒരു കപട ശ്രമമായിരുന്നു, ഒരു കപട വാർത്തയായിരുന്നു ഇതെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് വേറെ ആരുമല്ല പറഞ്ഞത്, ആ ക്ഷേത്രത്തിലെ ക്ഷേത്ര കമ്മിറ്റി. അവർക്ക് യാതൊരു രാഷ്ട്രീയമില്ലാത്ത നല്ലവരായ ഹിന്ദുക്കൾ. അതും ആ അമ്പല കമ്മിറ്റി സെക്രട്ടറി ഒരു മുൻ പട്ടാളക്കാരനായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെയൊക്കെ നല്ല വ്യക്തമായ രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു മുൻ പട്ടാളക്കാരൻ. ആ മുൻ പട്ടാളക്കാരനെ പുറത്താക്കാൻ വേണ്ടി ആ ക്ഷേത്ര കമ്മിറ്റി ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി സംഘികൾ ഉണ്ടാക്കിയ വ്യാജമായ വാർത്തയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ആ മുൻ പട്ടാളക്കാരനായ സെക്രട്ടറിയും അതിന്റെ വാർത്ത കൃത്യമായി 24 ന്യൂസിന് പങ്കുവെക്കുന്നുണ്ട്. ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിൽ 24 ന്യൂസിന് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നുണ്ടാ. വേറെ ആരും ഈ വാർത്ത സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ധൈര്യം കാണിച്ചില്ല. കാരണം അവർക്കൊക്കെ ചാണക സംഘികൾ എറിഞ്ഞു കൊടുക്കുന്നത് എന്താണോ അത് നക്കി മൂഞ്ചുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്തായാലും ആ ക്ഷേത്ര കമ്മിറ്റി 24 ന്യൂസിനോട് എന്താ പറഞ്ഞതെന്ന് കൃത്യമായി നമുക്ക് കേട്ടിട്ട് വരാം. ക്ഷേത്രസഭ ഇട്ട അത്തപ്പൂക്കളമാണ്. എന്തായാലും ഈ അത്തപ്പൂക്കളം വലിയ വിവാദങ്ങളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തിന് പുറത്തടക്കം ഇത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ക്ഷേത്രസഭ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. കാരണം ഇത് നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവുള്ളതാണ് എന്നുള്ളതാണ് ക്ഷേത്രസഭയുടേതായ ഇക്കാര്യത്തിലെ പ്രതികരണം. പരാതി കോടതി പോലീസ് സ്റ്റേഷൻ മുമ്പാകെ എത്തുന്നു. അത്തപ്പൂക്കളം സംസ്ഥാന തലത്തിൽ വലിയ വിഷയമായി മാറുന്നു, ചർച്ചാ വിഷയമാറുന്നു. എന്താണ് ക്ഷേത്രസഭ ഇക്കാര്യത്തിലെ പ്രതികരണം? ഇത് കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരു 2 വർഷത്തിൽ ഒരു 10 വർഷത്തോളമായിട്ട് ഒരു വിഭാഗം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയും നിരവധി പരാതികൾ ഇതിനെപ്പറ്റി വരികയും ചെയ്തു. കാര്യം പല സംഘടനകളും വരികയും അവർക്കും പൂക്കളം ഇടണമെന്നുള്ള രീതിയിൽ വരികയും ചെയ്തു. അതിന് പ്രകാരം നമ്മൾ കോടതിയെ സമീപിക്കുകയും കോടതിയല്ല കേസ് കൊടുക്കുകയും ഈ ഒരു കാരണവശാൽ നമ്മുടെ 100 മീറ്റർ ചുറ്റളവിൽ കൊടിതോരണങ്ങൾ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനറുകൾ ഉൾപ്പെടെയുള്ള യാതൊന്നും ഉണ്ടാകരുതെന്ന് കോടതി വിധി വരികയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഒരു പൂക്കളം ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ പോലീസ് ഇത് ബന്ധപ്പെടുകയും അവർ പറഞ്ഞ ഒരു കാരണവശാൽ ഇതിനകത്ത് ചേർന്ന് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഭരണസമിതി ഒന്ന് ആലോചിച്ചതിന് ശേഷം അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മാത്രം അവരത് ഒഴിവാക്കി, രാഷ്ട്രീയ പാർട്ടികളുടെ പേര് ഒഴിവാക്കി അവർ ചെയ്തു. പക്ഷേ വീണ്ടും ഇപ്രാവശ്യം നമ്മുടെ സ്ഥലം കയ്യേറി 2 ദിവസം മുമ്പ് അവിടെ അടയാളപ്പെടുത്തുകയും പോലീസിനെ സമീപിക്കുകയും പോലീസുകാർ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഏതെങ്കിലും സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ഇരു കൂട്ടർക്കുമായി നൽകിയിരുന്നോ? പോലീസ് കഴിഞ്ഞ ദിവസം വിളിച്ച് ചേർത്ത ആ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു അവർക്ക് സ്ഥലം കൊടുക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നം, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിതോരണങ്ങളോ വേറെ അടയാളങ്ങളോ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അതിന് പ്രകാരം ആ പോലീസ് അവിടെ വരികയും ഈക്വലായിട്ട് അവർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തു, സ്ഥലം മാർക്ക് ചെയ്തു. പക്ഷേ രാവിലെ ആയപ്പോൾ പോലീസ് അവിടെ നിന്നും പിൻവാങ്ങി കഴിഞ്ഞ സമയത്ത് അവരവിടെ കൊടിയുടെ അടയാളങ്ങൾ വീണ്ടും വരച്ചു വെക്കുകയും ഓപ്പറേഷൻ സിന്ദൂരിന് ഞങ്ങൾ ആരും എതിരല്ല, ഒരിക്കലും നമ്മുടെ രാജ്യത്ത് വസിക്കുന്ന ഒറ്റയാളും എതിരല്ല ഒരിക്കലും. സൈനികർ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. നമ്മുടെ രാജ്യം ഞങ്ങളൊക്കെ അതിനകത്ത് അഭിമാനിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഉറപ്പായിട്ട് തന്നെ നമ്മൾ ബഹുമാനിക്കുന്നു. രാജ്യത്തെ പട്ടാളക്കാരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ആദരവ് തോന്നുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്. പക്ഷേ അതിനെ വ്യാജമായിട്ട് ഇവിടെ അതിനെതിരെയാണ് നിന്നതെന്നുള്ള രീതിയിലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രതികരണങ്ങൾ പല ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്നത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ഒരു വാർത്താ ചാനലും കൊടുക്കരുതായിരുന്നു അത്. പക്ഷേ അങ്ങനെ കൊടുത്തിരിക്കുന്നു. അതിന്റെ സത്യാവസ്ഥയാണ് ഇപ്പം നമ്മളുടെ 24 ലൈവിൽ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെ ഒരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു ഇലക്ഷൻ നടന്നിരുന്നു. വാശിയേരി ഒരു ഇലക്ഷന് 2 വിഭാഗമായിട്ട് മത്സരിക്കുകയും ഞങ്ങളുടെ ഭരണസമിതി ഭൂരിപക്ഷ പ്രകാരം ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വളരെ വലിയ തോതിൽ 1.5 കോടി രൂപയിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുരങ്കം വെക്കാനുള്ള പരിപാടികളാണ് ഒരു വിഭാഗത്തിന്റെ RSSന്റെ ഒരു വിഭാഗത്തിന്റെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇല്ല. ഒരു കൂട്ടം ചെറുപ്പക്കാർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും നമുക്ക് എതിരായിട്ട് ഇങ്ങനെ സംഘടിതമായിട്ട് കുറച്ചാളുകൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ പല വർഷങ്ങളായിട്ട് പൂക്കളം ഇടുകയും അതിനകത്ത് RSS എഴുതി വെക്കും. കാലങ്ങളായി ഭരണസമിതി അവരോട് അത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട യുവജന സംഘടനകൾ അവർക്കും ആവശ്യപ്പെടുകയും അപ്പോൾ ഭരണസമിതി വെട്ടിലാവുന്ന രീതിയിലെത്തി. ഈ ഭരണസമിതി നേരെയായിട്ട് 3 വർഷമായി. ആദ്യ വർഷം അതേപോലെ RSS സിന്ദൂർ ക്യാമ്പയിൻ വ്യാജമാണ് എന്നുള്ളതാണ് ക്ഷേത്രസഭയുടെ അഭിപ്രായം. അല്ല പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം RSS എഴുതി പൂക്കളിട്ടു. വീണ്ടും ആൾക്കാർ പരാതിയായിട്ട് വന്നു. ക്ഷേത്രസഭയ്ക്കെതിരെ നല്ലൊരു പ്രശ്നം ചുമത്തി നാട്ടിൽ ആൾക്കാർ. അപ്പോൾ അതിന് മാർഗ്ഗമൊന്നുമില്ല. കൊടി കെട്ടുന്നത്, ഉത്സവകാലം വന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്, കൊടിയേറ്റ ദിവസം കൊടിയേറ്റി പ്രസിഡന്റ് പറഞ്ഞു. അല്ല, ഇക്കാര്യം പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിലാണ് ഇപ്പോൾ BJP ഹാൻഡിലെല്ലാം ക്യാമ്പയിൻ നടത്തുന്നത്. അത് വ്യാജമാണോ എന്നുള്ളതാണ്. കാരണം പറഞ്ഞാൽ ഞാനൊരു എക്സ്ട്രീമിസ്മാനാണ്. ഒരിക്കലും ഞാൻ എതിരായിട്ട് നിൽക്കില്ല. അത് ഭരണസമിതിയെ ടാർഗറ്റ് ചെയ്ത് പ്രത്യേകിച്ച് സെക്രട്ടറി എന്ന നിലയിൽ എനിക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ഒരിക്കലും എതിരല്ല. അതിനെ എല്ലാ വർഷവും അത് കൊണ്ടാടണം.
അതിന് മാന്യത കൊടുക്കണം. അത് ഞാൻ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു എക്സർവീസ്മാൻ ആയതുകൊണ്ട് അത് കൂടുതൽ താല്പര്യമുള്ള കാര്യമാണ്, നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. അതിനൊരിക്കലും എതിരല്ല. അത് വ്യാജമായിട്ട് അത് ഈ ക്ഷേത്ര ഭരണസമിതിക്കും പ്രത്യേകിച്ച് എനിക്കെതിരെ വ്യാജമായിട്ടൊരു പോസ്റ്റിലാക്കുന്നത് അത് കൊടുത്ത ചാനലുകാർ കൊടുത്ത നടപടി ശരിയല്ല. അതല്ലെങ്കിൽ അതിന് കാരണങ്ങൾ തിരക്കേട് വേണം കൊടുക്കാൻ. ക്ഷേത്രസഭ ഒന്നിനും എതിരല്ല. ഈ പറഞ്ഞ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പാണ്. നമുക്കൊറ്റ കാര്യമുള്ളൂ, ക്ഷേത്രത്തെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിന് എല്ലാവരുടെയും കൂട്ടായ്മ വേണം. അവിടെ മറ്റുള്ളവർ ഓരോ പാർട്ടികൾ വരുമ്പോൾ മറ്റുള്ളവരും വന്നിട്ട് അപ്പോൾ അവർക്ക് അവകാശപ്പെടും, അവരും ആവശ്യപ്പെടുന്നുണ്ട്. അതൊന്നും ഒഴിവാക്കി സംഘർഷമില്ലാതെ ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് ഭരണം കൊണ്ടുപോകണം, വികസന പ്രവർത്തനം നടത്തണം. ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ കൊണ്ടുപോകണം, നാട്ടുകാരെ മൊത്തം സഹകരിപ്പിച്ച് കൊണ്ടുപോകണം ഞങ്ങൾക്ക് ആഗ്രഹം. ഇപ്പൊ മനസ്സിലായില്ല ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിച്ചത് ആരാണെന്ന്. ചാണക സംഖ്യയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിച്ചത്. അതിന്റെ കൂടെ ആ മുൻ പട്ടാളക്കാരനായ സെക്രട്ടറിയെ വരെ അപമാനിക്കുകയാണ്. അതായത് പട്ടാളത്തെ വരെ അപമാനിക്കുകയാണ് ചാണക സംഖ്യകൾ ചെയ്തത്. അവർ പറഞ്ഞ കാര്യം വ്യക്തമാണ്. അവിടെ സംഖ്യകൾ പരാജയപ്പെട്ട് ആ ക്ഷേത്രഭരണം സംഖ്യകൾക്ക് കിട്ടിയില്ല. അവിടെ വിജയിച്ചത് നല്ലവരായ ഹിന്ദുക്കളാണ്. ആ വിജയിച്ച നല്ലവരായ ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി ചാണക സംഖ്യകൾ നമ്മുടെ പട്ടാളക്കാരുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേര് കളങ്കപ്പെടുത്തുകയാണ് ഈ ചാണക സംഖ്യകൾ ചെയ്തത്. ആ ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമാണ്. അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന്റെ കൂടെ ഈ സംഖ്യകൾ RSS എന്ന് കൂടി എഴുതിയിരുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണ്. കാരണം പോലീസ് പോയിട്ട് RSS എന്ന് എഴുതിയത് വായിക്കാൻ പറയുമെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല കേരള പോലീസ് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് വായിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു വ്യാജമായ ഒരു കലാപത്തിന്റെ ശ്രമമാണ് ഈ സംഖ്യകൾ അവിടെ നടത്തിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിച്ചത് ഈ ചാണക സംഖ്യകളാണ്. അത് പറയുന്നത് വേറെ ആരുമല്ല, ആ ക്ഷേത്ര കമ്മിറ്റിയിലെ നല്ലവരായ ഹിന്ദുക്കളാണ്. ഒരു മുൻ പട്ടാളക്കാരനാണ്. അതിൽ നിന്ന് വ്യക്തമാണ് സംഘികൾ ആ പട്ടാളക്കാരനെ അപമാനിക്കുന്നതിലൂടെ ഇന്ത്യൻ പട്ടാളത്തെയും ഓപ്പറേഷൻ സിന്ദൂറിനെയുമാണ് അപമാനിച്ചത്. അതിന്റെ പേരിൽ ഇവിടെ കലാപം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ആ സംഘികളെ കേരള പോലീസ് വെറുതെ വിടാൻ പാടില്ല. കേരള പോലീസിന്റെ പേരിൽ ഒരുപാട് ആരോപണം നേരിടുന്ന ഈ സമയത്ത് കേരളത്തിലെ എല്ലാ പോലീസുകാരും തെറ്റുകാരല്ലെന്നും കേരള പോലീസിലെ എല്ലാവരും സംഘികളല്ലെന്നും തെളിയിക്കേണ്ടത് കേരള പോലീസിന്റെ ചുമതലയാണ്. അത് നിങ്ങൾ തെളിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സംഘികളെ, ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിച്ച, ഒരു മുൻ പട്ടാളക്കാരനെ അപമാനിച്ച ആ സംഘികളെ കേരള പോലീസെ നിങ്ങൾ വെറുതെ വിടരുത്. അവരുടെ ഉണ്ടാക്കാൻ നോക്കിയത് ഒരു കലാപമാണ്, ഒരു വർഗീയ കലാപമാണ്. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും സംഘികൾ ഇതുപോലെ ഒരുപാട് കൂതർ ഐഡികളുമായി ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ജാഗരൂകരായി ആ ചാണക സംഘികളെ വീശിച്ചുകൊണ്ടേയിരിക്കാം. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും എന്റെ ഒരു നല്ല സുലാൻ.